ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ജാസ്മിന് പനി കുറച്ച് കുറവുണ്ട്. ഇന്നലത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം പനി കുറവുണ്ട്. എങ്കിലും പൂർണ്ണമായും ഓക്കെ ആയിട്ടില്ല. ഓക്കെ ആയി വരികയാണ് ജാസ്മിൻ. പക്ഷേ ബിഗ് ബോസ് അവിടെ നിന്ന് ഇന്ന് എല്ലാവരെയും വോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആരും ജാസ്മിനുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും പുലർത്തരുത്, ജാസ്മിനുമായിട്ട് സംസാരിക്കാൻ പോകരുത്. ആ ഒരു മുറിക്കകത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ക്യാപ്റ്റനായ ശ്രീതു പോയാൽ മതി. ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം ക്യാപ്റ്റനായ ശ്രീതു ചെയ്തു കൊടുക്കണം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതുമാത്രമല്ലാത്ത പക്ഷം സമ്പർക്കം ഒന്ന് പുലർത്തരുത് എന്നുള്ളത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടിട്ട് വാർണിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗബ്രിയൊക്കെ ജാസ്മിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോകാനായിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഗബ്രി ആ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് നിന്നിട്ട് ജാസ്മിനോട് സംസാരിക്കണം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നിനക്ക് എല്ലാവരോടും സംസാരിക്കാനും എഴുന്നേറ്റ് പോയി എല്ലാവരുടെ അടുത്തും പോവാൻ പറ്റുന്നതിൻ്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പഴംപൊരി വേണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുകയാണ്, നീ അവിടെ ORS കഴിച്ചതിന് ശേഷം പൂർണ്ണമായും മാറിയതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ നീ എല്ലാവർക്കും പനി പടർത്തിയത് നീയാണ് എന്നുള്ളൊരു കുറ്റം നിൻ്റെ തലയിൽ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി അവിടെ നിന്നും ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം ORS കുടിക്ക്, പനി വേഗം മാറണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ഗബ്രി പറയുന്നുണ്ട്, പൂർണ്ണമായും ഓക്കെ ആയതിനു ശേഷം മാത്രമേ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നീ എത്രയും വേഗം ഹെൽത്ത് ഓക്കെ ആയി വരണം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു നിന്നും സംസാരിക്കുകയാണ്. ഫുഡ് നന്നായി കഴിക്കണം. അതുപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, ഈ മുട്ട ബുൾസി അടിച്ച് തരുമോ എന്നൊക്കെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ രാത്രി ചെയ്തു തരാം എന്നൊക്കെ അവിടെ നിന്നും പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ജാസ്മിനുമായിട്ട് സമ്പർക്കം ഒന്നും തന്നെ പുലർത്തരുത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു വൈറൽ ഫീവർ എന്ന് പറയുന്നത് ഒരാൾക്ക് വന്നാൽ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഇരിക്കെ ജാസ്മിൻ അവിടെ കിടത്തുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. എന്തായാലും ജാസ്മിൻ എത്രയും പെട്ടെന്ന് റിക്കവറായി വരണം. അത്രയും നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ്. എന്തായാലും ജാസ്മിൻ അസുഖങ്ങൾ എല്ലാം മാറിയിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരട്ടെ എത്രയും വേഗം എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം, പ്രാർത്ഥിക്കാം. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ജാസ്മിൻ്റെ ഒരു പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി. ഇനി ഗെയിമിലോട്ട് നല്ല രീതിയിൽ പുതിയൊരു ജാസ്മിനെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നു.